വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് കറക്ഷൻ്റെയും ടൈം കറക്ഷൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പ്രൈസ് കറക്ഷനെയും ടൈം കറക്ഷനെയും ബേസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ 10 സ്റ്റോക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 7 എണ്ണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, 3 എണ്ണം US സ്റ്റോക്ക് മാർക്കറ്റിലുമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 10 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫോസിസ്, വിപ്രോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, റിലയൻസ് ഇൻഡസ്ട്രീസ്, DLF, സൺഫാർമ, HDFC ബാങ്ക്, മൈക്രോസോഫ്റ്റ്, ആമസോൺ, പിന്നെ ടെസ്ല. ഈ സ്റ്റോക്സ് എല്ലാം തന്നെയും ഒരു പ്രൈസ് കറക്ഷൻ ഫേസിലൂടെയോ അല്ലെങ്കിൽ ഒരു ടൈം കറക്ഷൻ ഫേസിലൂടെയോ കടന്നുപോയിട്ടുള്ളതാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഈ 10 സ്റ്റോക്സ് ഫേസ് ചെയ്തിട്ടുള്ള പ്രൈസ് കറക്ഷനോ അല്ലെങ്കിൽ ടൈം കറക്ഷനോ ആണ് ഞാൻ അതിൻ്റെ ചാർട്ട്സ് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. സോ ആദ്യം തന്നെ ഇൻഫോസിസിൻ്റെ ലോങ് ടേം ചാർട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് യാഹൂ ഫിനാൻസിൻ്റെ പോർട്ടലിൽ നിന്നാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇതിനകത്ത് ഇയർലി ചാർട്ട്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇനി ചാർട്ട്സ് കാണിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തെ ബാർസ് ആണ്. ക്യാൻഡിൽ സ്റ്റിക്കും നല്ലതായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ വോളിയം കാണിച്ചിട്ടുണ്ട്. സോ അത് കൺഫ്യൂസ് ചെയ്യും ക്യാൻഡിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ കളേർഡ് ബാർസ് യൂസ് ചെയ്യുന്നത്, ഹൈസും ലോസും ഓപ്പണിങ്ങും ക്ലോസിങ്ങും കാണിക്കാനായിട്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും 2000-ലെ .com ബബിളിൻ്റെ പീക്കിൽ ഇൻഫോസിസിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 217 ആയിരുന്നു. അതുപോലെ ആ വർഷത്തെ തന്നെ ലോ എന്ന് പറഞ്ഞാൽ 84 ആണ്. സോ ആ ഒറ്റ വർഷം കൊണ്ട് തന്നെ 50% എബോവ് ആണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഓപ്പണിങ് 122ഉം ഹൈ 217ഉം, പക്ഷേ ക്ലോസിങ് 88ഉം ആണ്. അതുപോലെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ആ ലോ എന്ന് പറഞ്ഞാൽ 33 ആയി. സോ 217 നിന്ന് 33 വരെ എത്തിയിട്ടാണ് പിന്നെ അത് ബൗൺസ് ബാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്നാലും ആ 217 ലെവൽസിലോട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് 2005 ശേഷം മാത്രമാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും 2006-ലാണ് പിന്നെ ആ 217 എന്ന് പറഞ്ഞ ലെവൽസ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിന് നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ളത് 2009-ന് ശേഷമാണ്. സോ 2009-ന് ശേഷം പിന്നെ പുതിയ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് ലോങ് ടേമിൽ. സോ ഈ കേസിൽ 2000-ലെ ബബിളിന് ശേഷം ഒരു ഇമ്മീഡിയറ്റ് പ്രൈസ് കറക്ഷനാണ് ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് ഫേസ് ചെയ്തത്. അതിനുശേഷം പിന്നെ അതൊരു ടൈം കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ഇൻഫോസിസിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും പ്രോഫിറ്റ്സ് ഗ്രോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ എന്നിട്ടും സ്റ്റോക്ക് നല്ലൊരു റിട്ടേൺസ് ഡെലിവർ ചെയ്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഒരു പ്രൈസ് കറക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടൈം കറക്ഷനിലൂടെയാണ് പിന്നെ കടന്നുപോയെന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിപ്രോ ആണ്. വിപ്രോയുടെ സ്റ്റോക്കിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിപ്രോയുടെ 2000-ലെ .com ബബിളിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ 388 ആണ്. സോ അന്നത്തെ വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 lakh crores അറൗണ്ടും ആയിരുന്നു. ഇന്നും വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 lakh crores അറൗണ്ട് തന്നെയാണ്. അതായത് 2000 ബബിളിൻ്റെ പീക്കിൽ വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്നും 0 റിട്ടേൺസ് ആണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ സ്റ്റോക്ക് പലതവണ ഡിവിഡൻസ് ഒക്കെ പേ ചെയ്തിട്ടുണ്ട്. സോ ആ ഡിവിഡൻസ് ഒക്കെ തിരിച്ച് വിപ്രോയുടെ സ്റ്റോക്കിൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10% അറൗണ്ട് റിട്ടേൺസ് കിട്ടുമായിരിക്കും. പക്ഷേ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 2000 ബബിളിൻ്റെ പീക്കിലാണ് വിപ്രോയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നും 0 റിട്ടേൺസ് തന്നെ ആയിരുന്നിരിക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിൽ അല്ലെങ്കിൽ ഈ ചാർട്ടിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഇൻഫോസിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വിപ്രോയുടെ സ്റ്റോക്ക് ഇതേപോലെ ഒരു ടൈം കറക്ഷനിലൂടെയും പ്രൈസ് കറക്ഷനിലൂടെയാണ് കടന്നു പോയെന്നുണ്ടെങ്കിലും അവരുടെ ഓരോ വർഷത്തെ ആനുവൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈവൻ 2000 മുതൽ 2020 വരെ നോക്കുകയാണെങ്കിലും. പക്ഷേ സ്റ്റോക്ക് തിരിച്ച് ആ 2000 ലെവലിലോട്ട് എത്തിയത് ഈ 20 വർഷത്തിന് ശേഷമാണെന്ന് മാത്രം. സോ ഇൻഫോസിസിൻ്റെ കേസിൽ ഇൻഫോസിസ് ഒരു 5 ഇയറിൽ ടൈം കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോയെങ്കിൽ വിപ്രോയുടെ സ്റ്റോക്ക് ഒരു 20 ഇയർ ടൈം കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോയത്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറും .com ബബിളിൻ്റെ പീക്കിൽ നല്ലതായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അന്നത്തെ ഹൈ എന്ന് പറഞ്ഞാൽ 323 ആണ്. പക്ഷേ ആ ലെവലിലോട്ട് പിന്നെ തിരിച്ചെത്തി അത് ബ്രേക്ക് ഔട്ട് ചെയ്തത് 2011-ൽ മാത്രമാണ്. സോ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കേസിലും ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിന് ആ 10 വർഷം കിട്ടിയ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പക്ഷേ ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയൊക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും റെഗുലറായിട്ട് ഡിവിഡൻസ് പേ ചെയ്തിട്ടുണ്ട്. സോ ആ ഡിവിഡൻസ് ഒക്കെ ആ ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റിട്ടേൺ കിട്ടിക്കാണുമായിരിക്കും. പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിരിക്കുമായിരുന്നെങ്കിൽ ഈ 10 ഇയേഴ്സ് കൊണ്ട് പുള്ളിക്ക് 0 റിട്ടേൺസ് ആയിരുന്നിരിക്കും കിട്ടുക. അതുപോലെ ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും കാര്യം പറഞ്ഞ പോലെ തന്നെ
ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നതും ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയുമാണ്. അവരുടെയും ഓരോ വർഷത്തെ ആനുവൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് ഈ 20 വർഷവും. പക്ഷേ സ്റ്റോക്ക് 2000-ലെ .com ബബിളിൻ്റെ പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് നല്ല റിട്ടേൺസ് ഡെലിവർ ചെയ്യാൻ തുടങ്ങിയത് 2011 ശേഷം മാത്രമാണ്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ 2003 to 2008-ലെ ബുൾ റണ്ണിൻ്റെ ലീഡറായിരുന്നു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും 2008-ൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ 824 ആയിരുന്നു. പക്ഷേ അതിനുശേഷം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് ഒരു പ്രൈസ് കറക്ഷനിലൂടെയും ടൈം കറക്ഷനിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ അവരുടെയും പ്രോഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. ചില എക്സെപ്ഷൻസ് കാണുമായിരിക്കും ഇടയ്ക്ക്, പക്ഷേ ലോങ് ടേം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ്സ് കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് ഈ ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കുകയാണെങ്കിലും. പക്ഷേ സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും 2008-ന് ശേഷം പിന്നെ ആ ലെവലിലോട്ട് തിരിച്ചെത്തുന്നത് 2017-ൽ മാത്രമാണ്. സോ ആ 10 ഇയർ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 0 ആണ്. പക്ഷേ ഡിവിഡൻസ് പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫോസിസിൻ്റെ വിപ്രോയുടെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡിവിഡൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ മേ ബി 1% 2% കാണത്തുള്ളായിരിക്കാം. സോ 2008-ലെ പീക്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഡിവിഡൻസ് കൺസിഡർ ചെയ്താലും റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ബിലോ FD അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ DLF ആണ്. DLFിൻ്റെ കേസ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത 4 സ്റ്റോക്സായ ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. കാരണം ആ കമ്പനീസിൻ്റെ ഒക്കെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. സ്റ്റോക്ക് താഴോട്ടാണ് പോയെന്നുണ്ടെങ്കിലും. പക്ഷേ DLFിൻ്റെ കേസിൽ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കറക്ഷൻ ഫേസ് ചെയ്തു. അതിനുശേഷം പക്ഷേ അവരുടെ പ്രോഫിറ്റ്സും താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും DLFിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 1200 റേഞ്ചാണ്. പക്ഷേ അതിനുശേഷം പിന്നെ ആ സ്റ്റോക്ക് ആ ലെവലിലോട്ട് വന്നിട്ടേ ഇല്ല. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് 2008-ലും 2009-ലും എല്ലാം പിന്നെയും ഈ സ്റ്റോക്ക് താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതുപോലെ 2014-15 റേഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു അപ് ട്രെൻഡിലുമാണ്. പക്ഷേ എന്നാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് DLF 0 റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. ഇനി അവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2009 മുതൽ 2020 വരെ ചെക്ക് ചെയ്യുകയാണെങ്കിലും ആനുവൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. സോ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ അവർ ലോസസുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് DLFിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത 4 സ്റ്റോക്സിനേക്കാളും ഡിഫറൻ്റ് ആണെന്നുള്ളത്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സൺഫാമയാണ്. സൺഫാമ എന്ന് പറഞ്ഞാൽ 2015-ൽ അവസാനിച്ച ബുൾ റണ്ണിൻ്റെ ലീഡറായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും 2015-ലെ സൺഫാമയുടെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 1200 ലെവൽസ് ആണ്. അതിനുശേഷം പിന്നെ ആ സ്റ്റോക്ക് താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ റീസെൻ്റ്ലി ഈ കോവിഡ് വന്നപ്പോഴത്തേക്കാണ് ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്തത്. ഇനി സൺഫാമയുടെ റിസൾട്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2010-ന് ശേഷം അത് ഓരോ വർഷം നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 2015 വരെ. പക്ഷേ അതിനുശേഷം പിന്നെ അത് ഫ്ലാറ്റ് ആയി. ഇനിയിപ്പം ലാസ്റ്റ് 5 ഇയേഴ്സിലെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് 5% താഴെ ഉള്ളൂ. അതുപോലെ ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് നെഗറ്റീവുമാണ്. സോ അതുതന്നെയാണ് അവരുടെ സ്റ്റോക്ക് പ്രൈസിനും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ സൺഫാമയുടെ സ്റ്റോക്ക് ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഒരു ടൈം കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് HDFC ബാങ്ക് ആണ്. ഞാൻ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇതിപ്പം ഒരു ലാസ്റ്റ് 20-25 ഇയേഴ്സ് നോക്കുകയാണെങ്കിലും HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഒരു വലിയ പ്രൈസ് കറക്ഷൻ ഫേസിലൂടെയോ അല്ലെങ്കിൽ ഒരു ടൈം കറക്ഷൻ ഫേസിലൂടെയോ ഇതുവരെ കടന്നു പോയിട്ടില്ല. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് തന്നെയാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും HDFC ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് ഓരോ വർഷവും ഗ്രോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നേ വരെ ആ കമ്പനി ഒരു നെഗറ്റീവ് പ്രോഫിറ്റ് ഗ്രോത്ത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ HDFC ബാങ്കിൻ്റെ പ്രോഫിറ്റ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഓരോ വർഷം പ്രോഫിറ്റ്സ് ഗ്രോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നേ വരെ അവരൊരു നെഗറ്റീവ് പ്രോഫിറ്റ് ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോക്ക് പ്രൈസിനും ആ ഗ്രോത്ത് വിസിബിളാണ്. അത് ഓരോ വർഷവും കയറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു വലിയ ടൈം കറക്ഷൻ ഫേസിലൂടെയോ പ്രൈസ് കറക്ഷൻ ഫേസിലൂടെയോ കടന്നു പോകാതെ. പക്ഷേ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് വരുമ്പോഴത്തേക്ക് HDFC ബാങ്കിൻ്റെ സ്റ്റോക്കും താഴെ പോയിട്ടുണ്ട്. പക്ഷേ അത് അതുപോലെ തന്നെ റീകവർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ 2020-ലാണെങ്കിലും HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് ഇപ്പം പുതിയ ലൈഫ് ടൈം ഹൈയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് തന്നെയാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 3 ഗ്ലോബൽ സ്റ്റോക്സിൻ്റെ കാര്യമാണ്. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ .com ബബിളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്രോസോഫ്റ്റിൻ്റെ .com ബബിളിൻ്റെ പീക്കിലെ ഹൈ എന്ന് പറഞ്ഞാൽ $59 ആണ്. സോ ഓൾമോസ്റ്റ് $60 ആയിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ അന്നത്തെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ.
അതിനുശേഷം ഒരു .com ക്രാഷ് സംഭവിച്ചു. സോ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്കും നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തു. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രൈസ് കറക്ഷനാണ് ആ സ്റ്റോക്ക് ഫേസ് ചെയ്തത്. സോ $60 നിന്ന് ഹൈ ആയിരുന്ന ആ സ്റ്റോക്ക് പിന്നെ ഒരു $20 സംതിങ്ങിലോട്ടാണ് പോയത്. സോ അതിനുശേഷം പിന്നെ ആ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് കടന്നുപോയത്. സോ ആ ഫേസ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈം കറക്ഷൻ ഫേസ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഫിറ്റ്സ് നോക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ റവന്യൂ നോക്കുമായിരുന്നെങ്കിൽ അത് ഓരോ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. സോ 2000 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഡിവിഡൻസ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം. സോ അവർ ആ ഡിവിഡൻസ് മൈക്രോസോഫ്റ്റിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും 2000 ശേഷം ആ സ്റ്റോക്ക് താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 2014 ശേഷമാണ് ആ സ്റ്റോക്ക് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. ഇനി അവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2002 മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ അത് ഓരോ വർഷവും ഗ്രോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അവർ ഓരോ വർഷവും അനൗൺസ് ചെയ്യുന്നത് റെക്കോർഡ് പ്രോഫിറ്റ്സും റവന്യൂസും തന്നെയാണ്. ഇനി അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ആമസോണിൻ്റെ സ്റ്റോക്ക്. ആമസോണിൻ്റെ സ്റ്റോക്കിൻ്റെ .com ബബിളിൻ്റെ പീക്കിലെ ഹൈ എന്ന് പറഞ്ഞാൽ $113 ആയിരുന്നു. പക്ഷേ .com ക്രാഷ് സംഭവിച്ചപ്പോഴത്തേക്ക് ആമസോണിൻ്റെ സ്റ്റോക്കും ക്രാഷായി. സോ 113 നിന്ന് 90% കറക്റ്റ് ചെയ്തിട്ട് അത് $5 എത്തിയത്. അതിനുശേഷം .com ബബിളിൻ്റെ ഹൈ ആമസോണിൻ്റെ സ്റ്റോക്ക് ബ്രീച്ച് ചെയ്യുന്നത് 2009 ശേഷമാണ്. സോ ആ 10 വർഷവും ആമസോണിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 0 റിട്ടേൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 2009 ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ആമസോണിൻ്റെ സ്റ്റോക്ക് പുതിയ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ആമസോണിൻ്റെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഓരോ വർഷവും ഹയർ റവന്യൂസ് ആണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റോക്ക് പ്രൈസിലാണെങ്കിൽ 2000 ശേഷം ഒരു 2010 വരെ വലിയ മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ആമസോണിൻ്റെ പ്രോഫിറ്റ്സും ക്യാഷ് ഫ്ലോയും എല്ലാം ഓരോ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ സ്റ്റോക്ക് പ്രൈസിൽ ആ സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ആമസോണിൻ്റെ സ്റ്റോക്കും 2000 ബബിളിന് ശേഷം ഒരു വലിയ പ്രൈസ് കറക്ഷൻ ഫേസ് ചെയ്തു. അതിനുശേഷം ഒരു ടൈം കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോയത്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ടെസ്ലയാണ്. ടെസ്ലയുടെ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ് ടെസ്ല. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെസ്ലയുടെ സ്റ്റോക്ക് ഒരു 2013 ശേഷം വലിയ മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. ആക്ച്വലി 2013 മുതൽ 2018 വരെയുള്ള റിട്ടേൺസ് നോക്കുവാണെങ്കിൽ 0 ആണ്. പക്ഷേ അതിനുശേഷം ആ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ ആവുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2018 ലോ എന്ന് പറഞ്ഞാൽ $36 ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പറഞ്ഞാൽ $600 ആണ്. സോ ഓൾമോസ്റ്റ് 20 ടൈംസ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് പ്രൈസിലുള്ള ഈ മൂവ്മെൻറ്റ് ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സപ്പോർട്ട് ചെയ്യുന്നുമില്ല. കാരണം ടെസ്ലയുടെ ഇന്നത്തെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 1000 ടൈംസിന് മുകളിലാണ്. സോ ആ കമ്പനി ഓരോ വർഷം 100%ഓ അതിന് മേലെ ഗ്രോ ചെയ്താൽ മാത്രമേ ഈ പി മൾട്ടിപ്പിളും ഈ സ്റ്റോക്ക് പ്രൈസും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ടെസ്ലയുടെ സ്റ്റോക്ക് ഒരു ടൈം കറക്ഷൻ ഫേസിലൂടെയോ അല്ലെങ്കിൽ പ്രൈസ് കറക്ഷൻ ഫേസിലൂടെയോ അല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കമ്പനി ബെറ്റർ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കും ക്രാഷ് ആകും, ഒരു പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും ഫേസ് ചെയ്യുന്നതായിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.